ഈ പുതുവത്സര ദിനത്തിൽ ഒരു വ്യത്യസ്തമാർന്ന ചാലഞ്ച് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ആഗ്രഹ സഫലീകരണം നടക്കുമെന്ന പ്രതീക്ഷയിൽ പാലക്കാട്ടുകാരുടെ ഉണ്ണിക്കണ്ണൻ വിജയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധനാ കഥാപാത്രമായിട്ടുള്ള വിജയെ കാണുന്നതിന് വേണ്ടി ഏതാണ്ട് 700 കിലോമീറ്ററോളം നടന്നുകൊണ്ട് ചെന്നൈയിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നടന്നു തുടങ്ങിയത്. എപ്പോഴാണ് ഇറങ്ങിയ ഉണ്ണിക്കണ്ണ? രാവിലെ 4 മണിക്ക് ഞാൻ കോഴിക്കോട്ടിലൊരു വർക്ക് കഴിഞ്ഞ് വന്നത്. 5:30 നടക്കാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇറങ്ങി, ഉറങ്ങിയിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണണം. കാശോ പണോ വൈറലാകാൻ വേണ്ടിയിട്ടില്ല, സ്ക്രീനിൻ്റെ പുറകെ നിൽക്കാൻ വേണ്ടി ഒരു ആഗ്രഹമാണ്. ആരും സഹായിക്കാനില്ല, പൈസ ഉള്ളവർക്ക് നടക്കില്ല. പിന്നെ എന്നെ പോലുള്ള സാധാരണക്കാരനെ എങ്ങനെ നടക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയില്ലേ? അതായത് അദ്ദേഹത്തിന്റെ പൊതുയോഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിജയുടെ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. പിന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ വീടിന്റെ മുന്നിൽ പോയി നിന്നു. അങ്ങനെ പല ശ്രമങ്ങൾ നടത്തിയൊക്കെ പരാജയപ്പെട്ടു. എല്ലാം പരാജയപ്പെട്ടു. കാണേണ്ടവർക്ക് കണ്ടിട്ടുണ്ട്, ആരും അടുപ്പിക്കുന്നില്ല. എനിക്ക് പൈസ അതൊന്നുമല്ല. എനിക്ക് അണ്ണന്റെ ലാസ്റ്റ് പടത്തിലൊന്ന് അഭിനയിക്കണം, മുഖം കാട്ടണമെന്ന് ആഗ്രഹം. അതാണ് ഉണ്ണിക്കണ്ണന്റെ ആഗ്രഹം. അദ്ദേഹം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. അദ്ദേഹം വിജയുടെ അവസാന സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അടുത്തുവരെങ്കിലും എത്താൻ പറ്റിയിരുന്നു അദ്ദേഹത്തിന്റെ? ഇല്ല. അപ്പോഴേക്കൊക്കെ അവര് സമ്മതിക്കണില്ല, കൂടെയുള്ളവർ. ഇതൊന്നും വിജയ് സാർ അറിയണില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വിളിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ശ്രമത്തിലൂടെ ഇപ്പൊ ഈ 700 കിലോമീറ്റർ നടന്ന് ചെന്നൈയിലെത്തി അദ്ദേഹത്തെ കാണാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയോ? ഒന്നും അറിയില്ല. ഷൂട്ടിംഗ് നടക്കുന്നത് 2ാമത്തെ മാസം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് ഉണ്ണിക്കണ്ണന് എല്ലാവരോടും പറയാനുള്ളത്, കാണുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിക്കണം അല്ലേ? അതാണ് ആഗ്രഹം. കാശുള്ളവർക്ക് നടക്കണില്ല. എന്നെ പോലെ സാധാരണക്കാരനെ ആരും സഹായിക്കുക. ഇതിനു വേണ്ടി കുറെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ജനുവിനായിട്ട്. ഉണ്ണിക്കണ്ണന്റെ ആരോഗ്യമൊക്കെ ഭയങ്കരമായിട്ട്, അദ്ദേഹം ഇപ്പോൾ നല്ല ഫിറ്റ്നസ് ഒക്കെ ചെയ്ത് ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഇത്തവണ കാണാൻ പറ്റട്ടെ, അദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാനൊക്കെ പറ്റട്ടെ. എത്ര ദിവസം കൊണ്ട് എത്താൻ പറ്റും എന്നുള്ള പ്ലാൻ അതൊന്നുമില്ല. വിജയണ്ണൻ എന്ന് നിർത്താൻ പറയണോ അന്ന് വരെ ഞാൻ ഇത് കാണാൻ പറയണവരെ ഞാൻ നടക്കും. അതിൽ ഒരു മാറ്റമില്ല. പിന്നെ എനിക്കൊരു 5-6 പടം വന്നിട്ടുണ്ട്. ആ പടം ഇടയ്ക്കൊന്നും ബ്രേക്ക്. എനിക്ക് എൻ്റെ വീട് നോക്കണം, എനിക്ക് ചെലവിനുള്ള പൈസ വേണം, വഴിയിലൊന്നും കിടക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഉണ്ണിക്കണ്ണൻ ഒരുപാട് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക പോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിന് പണം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ജോലിയും ചെയ്യുന്നുണ്ട്, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ണിക്കണ്ണൻ നടത്തുന്നുണ്ട്. അതായത് എല്ലാം വിജയത്തിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.